മീനു മുറിയിലെത്തി. മീനുവിൻ്റെ ശരീരം തളർന്നു പോകുന്നുവെന്ന് മീനുവിന് തോന്നി. ഇനിയൊരു വിവാഹം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ശരീരമാകെ തളർന്നു പോകുന്നൊരവസ്ഥ. അതാണ് മീനുവിന്. തൻ്റെ പഴയകാല ഓർമ്മകൾ അത് മീനുവിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നു. എന്തു ചെയ്യും ഞാൻ? ഏട്ടനെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും എനിക്കിനിയൊരു വിവാഹം വേണ്ടെന്ന്? എന്ത് പറഞ്ഞ് എനിക്ക് ഏട്ടനെ മനസ്സിലാപ്പിക്കാൻ പറ്റും? എന്നെക്കൊണ്ട് സാധിക്കില്ല ഇനിയൊരു വിവാഹം. അത്രമേൽ വിവാഹം എന്ന വാക്കിനെ ഞാൻ വെറുക്കുന്നു. ഇനിയൊരാളെ സ്നേഹിക്കുക, വിശ്വസിക്കുക, അതൊരിക്കലും സാധിക്കാത്തൊരു കാര്യമാണ്. എന്താണ് ഈശ്വര എൻ്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെയൊരു പരാജയം? എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരമായിരുന്നു എൻ്റെ ആദ്യ വിവാഹം. പക്ഷെ നീ എന്നോട് കാണിച്ചത് ക്രൂരതയല്ലേ? ആ അവസ്ഥയിൽ നിന്ന് നീ എന്നെ കരകയറ്റിയിട്ട് വീണ്ടും എന്നെ അതേ ഒരു അവസ്ഥയിലേക്ക് തള്ളിവിടുകയാണോ? മീനു ഒരു പരാതി പോലെ തൻ്റെ മനസ്സിനോടോ അതോ ഈശ്വരനോടോ എന്നറിയാതെ ചോദിച്ചു. വിവാഹം തൻ്റെ ജീവിതത്തിൽ വീണ്ടും ഒരു പരീക്ഷണകാലം. ഇനിയൊരാളെ എങ്ങനെയാണ് വിശ്വസിക്കുക? അയാൾ തന്നെ സ്നേഹിക്കുമെന്ന് എന്തുറപ്പാണുള്ളത്? തൻ്റെ ജീവിതം തന്നെ പഠിപ്പിച്ച പാഠങ്ങൾ അത്ര പെട്ടെന്ന് മറക്കാൻ തന്നെ കൊണ്ട് സാധിക്കുമോ? മരിക്കാൻ തീരുമാനിച്ച എത്രയെത്ര രാത്രികൾ, മടുപ്പ് മാത്രം തോന്നിയ, നിരാശകൾ മാത്രം സമ്മാനിച്ച എത്രയെത്ര ദിനങ്ങൾ, എല്ലാം സഹിച്ചും ക്ഷമിച്ചും മകൾക്ക് വേണ്ടി എത്രയെത്ര വർഷങ്ങൾ. വീണ്ടും അതേ ജീവിതം. അതായിരിക്കുമോ എന്നെ വിവാഹം കഴിക്കാൻ വരുന്നവൻ? അയാളെപ്പോലെ തന്നെയുള്ളവളാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എങ്ങനെയാണ് എൻ്റെ വീട്ടുകാരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എൻ്റെ അവസ്ഥയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? ഞാൻ എന്തൊക്കെയാണ് അനുഭവിച്ചതെന്ന് പറഞ്ഞ് മനസ്സിലാക്കുക? എന്നെക്കൊണ്ട് വയ്യ. എന്നെക്കൊണ്ട് ഓർക്കാനേ വയ്യ. ഇത്രമാത്രം. എന്തിനാണ് എന്നെ വീണ്ടും വീണ്ടും ഈ പരീക്ഷണത്തിലേക്ക് കൊണ്ടിടുന്നത്? ആരോടാ എൻ്റെ സങ്കടങ്ങളൊന്ന് പറയുക? ആർക്ക് പറഞ്ഞാലാണ് ഒന്ന് മനസ്സിലാക്കുക? മീനുവിന് എന്ത് ചെയ്യണമെന്നറിയില്ല. ആരോടൊക്കെയാണിത് പറയേണ്ടതെന്നറിയില്ല. ഈ വിവാഹത്തിൽ നിന്ന്, ഈ വിവാഹാലോചനയിൽ നിന്ന് എങ്ങനെ പിന്മാറുമെന്നറിയില്ല. അവൾ തൻ്റെ മുറിയുടെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് നോക്കി. എന്തു ചെയ്യും ഞാൻ? എന്താണ് ഈ പ്രശ്നത്തിനൊരു പരിഹാരം? ഒരുപാട് ആലോചിച്ചു. ഒരാലോചനയും എങ്ങും എത്തുന്നില്ല എന്ന് മീനുവിന് തോന്നി. കാരണം വല്യേട്ടൻ്റെ തീരുമാനം അതെന്തു തന്നെയായാലും നടക്കും. ഡിവോഴ്സായി വീട്ടിലെത്തിയപ്പോൾ വിവാഹക്കാരും പറഞ്ഞപ്പോൾ തനിക്ക് പഠിക്കണമെന്നും ഡോക്ടറാവണമെന്നുമുള്ള തൻ്റെ ആഗ്രഹത്തിന് വല്യേട്ടൻ പിന്തുണച്ചു. പഠിത്തവും ഡോക്ടറും കഴിയുമ്പോൾ വർഷങ്ങൾ ഒരുപാട് കടന്നു പോവും. അതോടെ വിവാഹക്കാരും ഇനി ഉണ്ടാവില്ല എന്നായിരുന്നു അന്നത്തെ തൻ്റെ കണക്കുകൂട്ടൽ. പക്ഷെ അത് തെറ്റി. വീണ്ടും വീട്ടുകാർ തന്നെ വിവാഹത്തിന് നിർബന്ധിക്കുമെന്ന് മീന് കരുതിയില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരെത്തും പിടിയില്ല. വിവാഹമെന്ന കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് തൻ്റെ മുന്നിലുള്ള വഴി? വല്യേട്ടൻ പറഞ്ഞ അവസാന വാക്കാണ് വീട്ടിൽ. അതിനെ ധിക്കരിച്ച് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അമ്മ അത്രത്തോളം വല്യേട്ടനോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അല്ലെങ്കിൽ വല്യേട്ടൻ ഇത്രയും സ്ട്രോങ് ആയി തന്നോട് സംസാരിക്കില്ല. വല്യേട്ടൻ എല്ലാം തീരുമാനിച്ചാണ് വന്നിരിക്കുന്നത്. എൻ്റെ വിവാഹം അതെന്തായാലും നടക്കും. ഇനി ഈ 40-ാം വയസ്സിലൊരു വിവാഹമോ? എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ലെന്നോ? എന്തിനാണ് എനിക്ക് ഈ വയസ്സാം കാലത്തൊരു കൂട്ട്? ഇവരെന്തിനാണ് ഇത് ആഗ്രഹിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലോകം ഇത്രയൊക്കെ മാറിയിട്ടും മനുഷ്യനെന്താ മാറാത്തത്? ചിന്തകൾ ഇപ്പോഴും ഒരു പരാജയം തന്നെ. ഒരു കുറവുമില്ലാതെ ഞാൻ ജീവിച്ചു പോകുന്നത്.
എനിക്ക് എന്തിനാണ് ഒരാളുടെ ആവശ്യം? ഈ വിവാഹം കൊണ്ട് ഇവരെന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പെണ്ണിനെ അടിമയാക്കാം, അല്ലാതെ വേറെന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് വയ്യ ഈശ്വര, ഇതൊക്കെ എന്ന് അവസാനിപ്പിക്കും? എന്ത് ചെയ്തിട്ടാണെങ്കിലും വലിയേട്ടൻ്റെ മനസ്സ് മാറ്റണം. ഇനിയൊരു വിവാഹം എൻ്റെ പെങ്ങൾക്ക് വേണ്ടെന്ന് ഏട്ടൻ തീരുമാനിക്കണം. എങ്കിലേ എന്തെങ്കിലുമൊക്കെ നടക്കൂ. പക്ഷേ അതിനു മാത്രം ഞാൻ എന്താ ചെയ്യുക? തൻ്റെ ജീവിതത്തിൽ നടന്നതൊക്കെ ഏട്ടനോട് തുറന്നു പറഞ്ഞാലോ? ഒരുപക്ഷെ ഏട്ടനൊന്ന് മാറി ചിന്തിച്ചാലോ? അത് വേണോ? പക്ഷേ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ ഏട്ടൻ പറയില്ലേ എല്ലാവരും അവളെപ്പോലെ ആയിരിക്കില്ല എന്ന്? അങ്ങനെ ഒരു വാക്ക് എന്നോട് പറഞ്ഞാൽ ഞാൻ വീണ്ടും തോക്കില്ലേ? ശരിയായിരിക്കാം, അയാളെപ്പോലെ ഒരാളായിരിക്കില്ല ചിലപ്പോൾ എന്നെ വിവാഹം കഴിക്കുന്നത്. പക്ഷേ അതെനിക്ക് ഉറപ്പുള്ള കാര്യമല്ലല്ലോ. ചിലപ്പോൾ അയാളേക്കാൾ ഏറ്റവും മോശപ്പെട്ട ഒരാളാണെങ്കിലോ? എനിക്കൊരൊത്തും പിടിയും കിട്ടുന്നില്ല. ഞാനിനി എന്ത് ചെയ്യും? ഞാൻ സൗമ്യൊന്ന് വിളിച്ചാലോ? അവൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരമാർഗം പറഞ്ഞു തരാൻ പറ്റിയാലോ? മീനു തൻ്റെ മനസ്സിലൂടെ തൻ്റെ ചിന്തകളെ ഇങ്ങനെ അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് പിന്നിൽ നിന്നൊരു വിളി. മീനു. മീനു തിരിഞ്ഞു നോക്കിയപ്പോൾ ഏട്ടത്തിയമ്മയായിരുന്നു അത്. നീ വീണ്ടും പെട്ടു അല്ലേ? ഏട്ടത്തിയമ്മയുടെ ചോദ്യം. അതെ ഏട്ടത്തിയമ്മ, ഏട്ടനോട് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ എനിക്ക് വിവാഹം വേണ്ടെന്ന്, എന്നെക്കൊണ്ട് കഴിയില്ല എന്ന്? മോളെ, അതൊരിക്കലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അവരത്രത്തോളം ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് നിൻ്റെ വിവാഹം. നിനക്കറിയാലോ, നിൻ്റെ ആദ്യ വിവാഹം നിനക്ക് ഓർമ്മയില്ലേ? അവരുടെ എല്ലാ സ്വപ്നങ്ങളെയും തച്ചുടച്ചാണ് നിൻ്റെ ആദ്യ വിവാഹം നടന്നത്. എന്നിട്ടും അവർ നിന്നോട് ക്ഷമിച്ചില്ലേ? ഡിവോഴ്സായ നിന്നെ അവർ വീണ്ടും സ്വീകരിച്ചില്ലേ? നീ ആഗ്രഹിച്ചതുപോലെ അവർ നിന്നെ പഠിപ്പിച്ചില്ലേ? ഡോക്ടറാക്കിയില്ലേ? ഇനി അവരുടെ ഒരേ ഒരു സ്വപ്നം അവർ ഒരിക്കലും കാണാൻ പറ്റാതെ പോയ നിൻ്റെ വിവാഹം തന്നെയാണ്. അതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും സാധിക്കില്ല. അതിനോട് ഞാനും യോജിക്കുന്നു. ജീവിതത്തിൽ നമുക്കൊരു കൂട്ട് വേണം മോളെ. അത് അത് മനുഷ്യന് ആവശ്യമുള്ളതാണ്. അതിൽ ഏട്ടൻ പറയുന്നത് കാര്യമുണ്ട്. നിൻ്റെ പഴയകാല ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നീ ഞങ്ങളോട് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. പക്ഷേ നീ അതൊരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മയാണെന്ന് മനസ്സിലാക്കുന്നതുകൊണ്ട് ഏട്ടത്തി ഒരു കാര്യം പറയാം. ലോകത്തിലുള്ള എല്ലാവരും അങ്ങനെയാണെന്ന് വിചാരിക്കരുത്. വിവാഹം കഴിച്ച പെണ്ണിനെ പൊന്നുപോലെ നോക്കുന്ന എത്രയോ പുരുഷന്മാർ ഈ ലോകത്തുണ്ട്. നിനക്ക് നിൻ്റെ ഏട്ടന്മാരെ തന്നെ നോക്കിയാൽ പോരെ? അവർ എത്രത്തോളമാണ് ഞങ്ങളെ ശ്രദ്ധിക്കുന്നത് നീ കാണുന്നില്ലേ? നീ ഒന്ന് ആലോചിക്കും മീനു. നിൻ്റെ വിവാഹം അത് മാത്രമാണ് ഏട്ടനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിനക്ക് വേണ്ടി എപ്പോഴും ചെറുക്കനെ അന്വേഷിക്കലാണ് ഏട്ടന് പണി. ഈ ലോകത്തെ ഏറ്റവും പെർഫെക്റ്റായ ഒരുത്തനെ നിനക്ക് കൊണ്ടുവന്ന് തരണമെന്നാണ് ഏട്ടൻ്റെ നിർബന്ധം. അത്രത്തോളം അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മോള് ഏട്ടൻ പറയുന്നത് അനുസരിക്ക്. വിവാഹത്തിന് സമ്മതിക്ക്. അവരെ അതിൽ നിന്ന് എങ്ങനെ പിന്തിരിപ്പിക്കാമെന്ന് നീ ചിന്തിക്കരുത്. കാരണം അവർ പറയുന്നത് നിനക്ക് വേണ്ടിയാണ്. നിൻ്റെ ജീവിതം നീ തനിച്ചാവാതിരിക്കാൻ വേണ്ടിയാണ്. അത് നിനക്ക് ഇപ്പം മനസ്സിലാവണമെന്നില്ല. കുറച്ച് കഴിഞ്ഞാൽ നിനക്കത് മനസ്സിലാവും. അതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കുന്നതാണ് നല്ലത്. ഏട്ടൻ പറഞ്ഞല്ലോ എങ്ങനെയുള്ള ചെറുക്കനെ വേണമെന്ന്. വേണമെങ്കിലും നിനക്ക് പറയാം. നീ പറഞ്ഞതിൻ്റെ 10 ഇരട്ടി ഗുണമുള്ള ഒരുത്തനെ നിന്നെ കൊണ്ട് കെട്ടിക്കുള്ളൂ. നിനക്കറിയാലോ, നീ ഇവിടുത്തെ രാജകുമാരിയാ. ഒരു രാജകുമാരനെ കൊണ്ട് തന്നെ നിന്നെ കെട്ടിക്കും. അതുകൊണ്ട് വിവാഹത്തിന് സമ്മതിക്കുന്നതാ നിനക്ക് നല്ലത്. ഏട്ടൻ നീ വേദനിപ്പിക്കരുത്. ഏട്ടൻ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നിന്നെക്കുറിച്ചാണ്. ഏട്ടന്മാരുടെ ഏറ്റവും വലിയ വേദനയും നീ തന്നെയാണ്. അതുകൊണ്ട് എൻ്റെ മോള് വിവാഹത്തിന് സമ്മതിക്കണം.
ഭർത്താവിൻ്റെ പെങ്ങളോട് പറയുകയല്ല, ഞാൻ എൻ്റെ സ്വന്തം മോളോട് പറയുന്നത് പോലെയാണ് നിന്നോട് പറയുന്നത്. നീ ഇത് മനസ്സിലാക്കണം. ഏട്ടന്മാരുടെ ആ വേദന നീ തിരിച്ചറിയണം. നിൻ്റെ നിൻ്റെ വിവാഹം അതവരുടെ സ്വപ്നമാണ്. അതിന് നീ എതിരഭിപ്രായം പറയരുത്. സമ്മതിക്കണം. മീനു ഒന്നും പറഞ്ഞില്ല. എടത്തിയുടെ വാക്കുകൾ മൗനമായി കേട്ടിരിക്കുക മാത്രം ചെയ്തു. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നീ ആലോചിച്ച് തീരുമാനിക്കൂ. ഞാൻ താഴെ ഉണ്ടാവും. ഏട്ടത്തി മുറി വിട്ടിറങ്ങി.